64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് ഉയർത്തി കണ്ണൂർ. 1028 പോയിന്റുകളോടെയാണ് കണ്ണൂർ കപ്പ് തൂക്കിയത്. 1023 പോയിന്റുകളുമായി ആതിഥേയരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത്. 1017 പോയിന്റുകൾ നേടിയ കോഴിക്കോടും 1013 പോയിന്റുകളോടെ പാലക്കാടുമാണ് 3ഉം 4ഉം സ്ഥാനത്ത്. കലോത്സവത്തിന്റെ ആദ്യ നാൾ മുതൽ കപ്പ് ഇത്തവണ കൊണ്ടുപോകുമെന്ന വാശിയിലായിരുന്നു കണ്ണൂർ. തലസ്ഥാന നഗരിയിൽ കൈവിട്ട കപ്പ് സാംസ്കാരിക തലസ്ഥാനത്ത് നേടിയെടുത്തെന്ന സന്തോഷത്തിലാണ് കണ്ണൂരുകാർ. തലസ്ഥാനത്തു നടന്ന 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ 1003 പോയിന്റോടെ കണ്ണൂർ 3ആം സ്ഥാനത്തായിരുന്നു. 1008 പോയിന്റുകൾ നേടിയ തൃശൂരാണ് അന്ന് ജേതാക്കളായത്. മികച്ച സംഘാടനത്തിന്റെ പൊൻതിളക്കത്തോടെയാണ് കേരള സ്കൂൾ കലോത്സവം 64ാം പതിപ്പിന്റെ കൊടിയിറക്കം. തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ വൈകിട്ട് 4-ന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ ഹൃദയത്തിലേറ്റും ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇരമ്പി വരുന്നത്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കിട്ടി തിരിച്ചു പോരുകയും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്. നടൻ മോഹൻലാൽ വിശിഷ്ടാതിഥിയായി. ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ്. ഇവർ തുടർച്ചയായ 13ാം തവണയും കലോത്സവത്തിൽ ഒന്നാമതെത്തുന്നു. ഗുരുകുലം സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള, കഴിഞ്ഞ വർഷം കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് 50 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ ഹോപ്പ് എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്, അല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഒരിക്കൽ കൂടി വടക്കുംനാഥനുള്ള പ്രാർത്ഥന നേരുന്നു. നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. 5 ദിവസങ്ങളിലായി 249 ഇനങ്ങളിലായിരുന്നു മത്സരം. സമാപന ദിനത്തിൽ 8 വേദികളിലായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത്.
എല്ലാവരും എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്കൂളുകൾക്കും CCN പാലക്കാട്.